പുതിയ നിർവചനം കൊണ്ടുവന്നു. അതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേർച്ചക്കാരൻ എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താ? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, ഒരു നേർച്ചക്കാരനില്ല ഇല്ലല്ലാ, അല്ലാഹ് ഒഴികെ. അല്ലാഹ് മാത്രം. അതാ നമ്മൾ തൗഹീദ് മാറ്റി. കൂട്ടരെ ഈ അർത്ഥം ഇപ്പോഴുണ്ട്, ഈ അർത്ഥം ഇപ്പോഴുമുണ്ട്. നേർച്ച ഇബാദത്താണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബാദത്തിന് അർഹൻ അല്ലാഹു തആല മാത്രം. അപ്പൊ നേർച്ചക്ക് അർഹൻ അല്ലാഹ് മാത്രം. ഇനി വേറർത്ഥം വെച്ചോളി, സുജൂദിന് അർഹൻ അല്ലാഹ് മാത്രം, തവാഫിന് അർഹൻ അല്ലാഹ് മാത്രം, ഏത് ഇബാദത്തിനും അർഹൻ അല്ലാഹു തആല മാത്രം. അപ്പൊ കണ്ടുപിടിക്കാൻ മാറ്റം, മൂപ്പർക്കാരെ മാറ്റമില്ലാതെ പിന്നെ ഒപ്പിച്ചുണ്ടാക്കണ്ടേ. അപ്പൊ അതാ തൗഹീദ് മാറ്റിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നേർച്ചക്കാരൻ അല്ലാഹ് മാത്രം എന്ന അർത്ഥം വെച്ചു. അത് നിങ്ങൾ വെച്ച അർത്ഥം എന്താ അറിയോ? സമസ്തനർത്ഥം എന്താണ്? വഹദത്തുമാല വ്യാഖ്യാനം. വഹദത്തുമാല വ്യാഖ്യാനം KVM പന്താവൂർ. ആരാ പന്താവൂര്? സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്നാണ്. സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളായ KVM പന്താവൂര്, അയാളുടെ പുസ്തകം വഹദത്തുമാല വ്യാഖ്യാനം. ആ പുസ്തകത്തിന് കൊടുത്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കണ്ടോ, കാണാം സ്ക്രീനിങ്ങൾക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 3 അർത്ഥം ഉണ്ട്. 34-ാമത്തെ പേജ് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 3 അർത്ഥമുണ്ട്. അതെന്താ 3 അർത്ഥം? സാധാരണക്കാരായ ഒന്നാമത്തെ വർഷക്കാർ മനസ്സിലാക്കേണ്ട അർത്ഥം ഒന്ന്, സാധാരണക്കാർക്കുള്ള തൗഹീദ്. അതെന്താ? അല്ലാഹു അല്ലാതെ സാക്ഷാൽ ആരാധ്യൻ വേറെ ഇല്ലെന്ന് തന്നെ. അത് നാടന്മാർക്കുള്ളതാ, സാധാരണക്കാർക്കാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എന്താ ഉസ്താദ് അർത്ഥം വെച്ചാൽ ആദ്യം ചോദിക്കും, നീ ഏതാ ടൈപ്പ്? നാടനാണോ, അല്ല ഫോറിനാണോ, അതല്ല വേറെ മാനസിക രോഗിയാണോ? അതിനനുസരിച്ച് അർത്ഥം മാറുന്ന. സാധാരണക്കാരൻ അർത്ഥമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് സമം സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു തആല മാത്രം. അതാണ് സാധാരണക്കാരൻ അർത്ഥം. എന്നിട്ട് പറയാം, എന്നാൽ അവൻ പിന്നെയും മുന്നേറി അധ്യാത്മയാത്രയുടെ ഒരു മൈൽക്കുറ്റി പിന്നിട്ടവർക്ക് രണ്ടാമത്തെ അർത്ഥം ദഹിക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സമം അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല. അപ്പൊ സാധാരണക്കാരൻ കയറി പോയി ഒരു മൈൽക്കുറ്റി കടന്ന് ഔലിയാവും. ഔലിയാവുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല, ജീവിത ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം. അതേത്? സുഖിക്കലോ അല്ല, സമ്പാദിക്കലോ അല്ല, ദാമ്പത്യമോ ഒരിക്കലുമല്ല, സന്താനലബ്ധിയോ അതുമല്ല, നരകത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമമോ അല്ല, സ്വർഗം നേടലോ അതുമല്ല, അതൊന്നും ലക്ഷ്യമില്ല. പിന്നെയോ അള്ളാഹുവിനെ നേടൽ. അതാണ്. സ്വർഗം വേണ്ട, നരകവും പ്രശ്നമില്ല, അള്ളാഹിനെ കിട്ടിയാൽ മതി. അതാണ് രണ്ടാമത്തെ അർത്ഥം. അപ്പോഴാണ് ഓപ്പൺ നരകം സ്വർഗം വിട്ടിട്ട് പിന്നെ വാങ്ങിക്കൊടുത്താൽ പള്ളിക്ക് വരില്ല, റമദാൻ മാസം നോമ്പ് വയ്ക്കുക, അതൊക്കെ വിട്ടു. അതൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഒരു അള്ളാഹിനെ കിട്ടിയാൽ മതി. അതിനെന്താ പണി? തുണി കഴിച്ച് നടക്കുക, സ്വർണ്ണം ഇടുക, അതേപോലെ സിഗരറ്റ് വലിക്കുക, ഇതൊക്കെയാണ് പിന്നെ പണി. എന്നിട്ടോ താഴെ പറയാം, ഇനി രണ്ടാം ദശക്കാർ പിന്നെയും മുന്നേറി മൂന്നാമത്തെ ദശക്കെത്തുമ്പോൾ കലിമയുടെ അർത്ഥം പിന്നെയും മാറുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് സമം അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല എന്ന് കണ്ടോളൂ. ഇത് ദഹിക്കാൻ മൂന്നാമത്തെ ദശയിൽ എത്തുക തന്നെ വേണം. അവിടെ എത്തിയാൽ ദഹിക്കുള്ളൂ, അവിടെ എത്തിയാൽ മൊത്തം ദഹിച്ചു പോകും. ഇത് മാത്രമല്ല, കാരണം ഇഹത്തിലും പരത്തിലുമൊക്കെ മശീത്ത് നോക്കിയാലും അള്ളാഹുവിനെ അല്ലാതെ കാണില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുക, പിന്നെ ഇക്കാണെന്നൊക്കെ പിണ്ണാക്കാണോ എന്നായിരിക്കും. അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ കാണുന്നൊക്കെ എന്താ പിണ്ണാക്കാണോ എന്ന് ചോദിക്കും. എന്നാലോ പിണ്ണാക്കല്ല. കാരണം പിണ്ണാക്കും ഇല്ല, ഉള്ളത് സത്യത്തിൽ അള്ളാഹു മാത്രം. പിണ്ണാക്കായി നാം കാണുന്നതും പിണ്ണാക്കല്ല, അള്ളാഹുവിന്റെ ചൈതന്യമാണ്. ഇതാ സമസ്തക്കാരൻ തൗഹീദ്. എന്നിട്ട് ഓന അങ്ങോട്ട് പറഞ്ഞു തൗഹീദ് മാറ്റുകയാണ്. നമ്മൾ തൗഹീദ് മാറ്റി. പണ്ട് മനുഷ്യ കഴിവെന്ന് പറഞ്ഞു, ഇപ്പൊ സൃഷ്ടി കഴിവിനാക്കി മാറ്റിയില്ലേ. ഇത് ഏത് തൗഹീദാ? ഇത് എവിടുന്നാ കിട്ടിയത്? നേരത്തെ ചോദിച്ചല്ലോ ഇവിടെ 7 ചോദ്യങ്ങൾ. അതിലേക്ക് കൂട്ടിവെച്ചോ. അടുത്ത ചോദ്യം 8-ാമത്തെ ചോദ്യം കൂട്ടിവെച്ചോ. ഹിജ്റ 1, 2, 3 നൂറ്റാണ്ട്. അതാണ് ഉത്തമമായ തലമുറകൾ, സച്ചരിതായ ആളുകൾ. അതാണല്ലോ സലഫു സ്വാലിഹികൾ. ഖൈറുൻ നാസി ഖർനി സുമ്മ ലദീന യലൂനഹും എന്ന് പഠിപ്പിച്ച ആ ഉത്തമ 3 നൂറ്റാണ്ടിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ആശയം പഠിപ്പിച്ച, അഹ്ലുസുന്നയുടെ വിശ്വാസമായി ഈ ആശയം പഠിപ്പിച്ച, നിങ്ങൾ സ്വീകരിച്ച തൗഹീദ് അത് പഠിപ്പിച്ച ഒരു ഇമാമിന്റെ ഒരു കിതാബിന്റെ പേര് പറയാൻ പറ്റുമോ? 8-ാമത്തെ ചോദ്യം എഴുതിച്ചോളി.